ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ Q&A ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞായറാഴ്ച ഇന്ന് ഫുൾ ക്വസ്റ്റിന് ആൻസർ തരണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഫസ്റ്റ് ഐഡിയ തന്നത് ആരാണെന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെ ആരും ഐഡിയ തന്നിട്ടില്ല. എനിക്കിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ തന്നെ ഞാൻ വർഷങ്ങളായി ചെയ്യുന്നതാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ആക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഫോട്ടോഷൂട്ട്, മോഡലിങ്, അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനപ്പോൾ വിചാരിച്ചു, ഒരു വിഷു ടൈമിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പായസം ഉണ്ടാക്കിയായിരുന്നു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടുണ്ടാവും സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മടി വന്നിട്ട് പിന്നെ കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഇതൊക്കെ തോന്നിയത്, നല്ലതാണ് ചെയ്തതിന്, ഇങ്ങനെ ചെയ്തതിന് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് റീച്ചും കൂടി കിട്ടുന്നത് കാണുമ്പോഴത്തേക്കും എന്തായാലും നമുക്കൊരു എക്സ്ട്രാ എനർജി ഇങ്ങനെ കൂടുമല്ലോ വീഡിയോ ഇടാനായിട്ട്. അപ്പം അങ്ങനെ പിന്നെ നല്ല നല്ല കമൻസ് ഒക്കെ വരുമ്പോൾ നമുക്കൊന്നും കൂടി ഒരു പ്രചോദനമാണല്ലോ വീഡിയോ ഇടാൻ വേണ്ടി. അങ്ങനെ ഇട്ട് തുടങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് തരുന്ന ആളാണ് എൻ്റെ അമ്മ. അതിപ്പോൾ എനിക്കിപ്പോൾ ഫോട്ടോഷൂട്ടിന് പോയാലും ഞാൻ അമ്മയില്ലാണ്ട് ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള കാര്യത്തിന് ഇതുവരെയും പോയിട്ടില്ല. അപ്പം അമ്മ സപ്പോർട്ട് ചെയ്യും എല്ലാത്തിനും. ഇതേപോലെ വീഡിയോ ചെയ്യണതിനും ഞാൻ ഇൻസ്റ്റയിലിടാൻ പല വീഡിയോസും അതേപോലെ തന്നെ ഫോട്ടോസും അമ്മ തന്നെ എടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അത്രയും കട്ട സപ്പോർട്ടാണ് അമ്മ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാ കാര്യം ചെയ്യാൻ പറ്റുന്നത്. ചേച്ചിയും ആയിക്കോട്ടെ, പിന്നെ പാർട്ട്ണറാണെങ്കിൽ പാർട്ട്ണറും ആയിക്കോട്ടെ, സപ്പോർട്ടിങ് ആണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കും, ആഫ്റ്റർ മാരേജ് എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുമോ. ഞാൻ ഇങ്ങനെ എന്നിട്ട് അവനോടും പറയും, അതിനിപ്പോൾ എന്താ അങ്ങനെ ചോദിക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ നമുക്ക് എല്ലായിടത്തു നിന്നുള്ള ഒരു സപ്പോർട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് പറയണവരുണ്ടാവും,